ഇങ്ങോട്ട് നോക്കൂ. നിങ്ങളുടെ പങ്കാളി സ്നേഹം അഭിനയിക്കുന്ന ഫേക്ക് പാർട്ട്ണർ ആണോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന 30 ലക്ഷണങ്ങൾ. ഇതെല്ലാം ഒരുമിച്ച് വായിച്ചാൽ നിങ്ങളുടെ ബന്ധത്തിൽ അവൻ അല്ലെങ്കിൽ അവൾ സത്യസന്ധർ ആണോ എന്നത് തിരിച്ചറിയാൻ സഹായിക്കും. 1. ഒട്ടും ആത്മാർത്ഥതയില്ലാതെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. 2. നിങ്ങളെ അവരുടെ സുഹൃത്തുക്കളിൽ പരിചയപ്പെടുത്തുന്നില്ല. 3. പ്രതീക്ഷിച്ച സമയത്ത് എപ്പോഴും കാണാനില്ല. 4. ശാരീരിക ബന്ധത്തിൽ മാത്രം താൽപര്യം കാണിക്കുന്നു. 5. നിങ്ങളുടെ വിജയം അല്ലെങ്കിൽ ദുഃഖം അവരെ ബാധിക്കാറില്ല. 6. സത്യം പറയാറുമില്ല, എപ്പോഴും ഒളിച്ചോടലുകൾ നടത്തുന്നു. 7. സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ പരിചയപ്പെടുത്താറില്ല. 8. അവരുടെ രഹസ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ മറയ്ക്കുന്നു. 9. ഒരേ അഭിപ്രായത്തിൽ നിലനിൽക്കാറില്ല, പലതവണ കള്ളവാക്കുകൾ പറയുന്നു. 10. ചെറിയ വഴക്കിലും ഉടൻ നിങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുന്നു. 11. നിങ്ങളുടെ കാര്യങ്ങളിൽ താൽപ്പര്യമില്ല. 12. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും യാതൊരു വിലയും നൽകില്ല. 13. അവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാൻ മടിക്കുന്നു. 14. ഒരേ സമയം മറ്റൊരാളുമായി ബന്ധത്തിലാവാം. 15. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ നിയന്ത്രണം കാണിക്കുന്നു. 16. മറ്റുള്ളവരെക്കാൾ നിങ്ങളെ പ്രാധാന്യമുള്ളവരായി കാണുന്നില്ല. 17. തങ്ങളുടെ പ്രയാസങ്ങൾ മാത്രം പങ്കുവെക്കും, നിങ്ങളുടെ കഷ്ടത അവഗണിക്കുന്നു. 18. പ്രത്യക്ഷത്തിൽ സ്നേഹം, അകത്താകെ സ്വാർത്ഥത. 19. സന്തോഷത്തിനായി മാത്രമേ കൂടെയിരിക്കൂ. 20. നിങ്ങൾക്കു വേണ്ടി ഒരിക്കൽ പോലും ത്യാഗം ചെയ്യില്ല. 21. നിങ്ങളുടെ പരമ്പരാഗത മൂല്യങ്ങളെ അപഹാസ്യപ്പെടുത്തുന്നു. 22. നിരന്തരമായി മാപ്പ് പറയേണ്ടി വരുന്നത് നിങ്ങൾക്കാണ്. 23. നിങ്ങളെ കുറ്റബോധം അനുഭവിപ്പിക്കുന്നു. 24. വാക്കുകൾ അട്രാക്റ്റീവ് ആയിരിക്കും, പ്രവർത്തനം ഒഴിവാക്കും. 25. നിങ്ങളുടെ സ്വപ്നങ്ങൾ അവഗണിക്കുന്നു. 26. മറ്റുള്ളവരുടെ മുമ്പിൽ അവകാശപ്പെട്ടതുപോലെ പെരുമാറില്ല. 27. ഭാവിയെക്കുറിച്ചുള്ള ചർച്ചയിൽ നിന്നും പിന്മാറുന്നു. 28. അവർക്ക് വേണ്ടപ്പോൾ മാത്രം ബന്ധപ്പെടുന്നു. 29. കാണുമ്പോൾ മാത്രം സ്നേഹത്തോടെ സംസാരിക്കുകയും സ്നേഹപ്രകടനം നടത്തുകയും ചെയ്യുന്നു. 30. നിങ്ങളുടെ വിശ്വാസം തകർക്കുന്നു, ഇളവില്ലാത്ത സംശയം ഉണർത്തുന്നു. ഈ ലക്ഷണങ്ങളിൽ ഒന്നുപോലും കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഭദ്രമാണെന്ന് കരുതാം. പക്ഷേ നിരവധി ലക്ഷണങ്ങൾ ആവർത്തിക്കുകയോ തുടർന്നു നിൽക്കുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ബന്ധം തിരിച്ചറിയാനും ഒന്നുകൂടി വിശകലനം ചെയ്യുന്നതും നന്നായിരിക്കും.